നമഃ ശിവായ. നമഃ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക. നമഃ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക. ഗുരുനാഥൻ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. നമഃശിവായ വാഴ്ക. നാഥൻ്റെ പാദം വാഴ്ക. ഇമകൾ മൂടുന്നേരം എന്നുടെ നെഞ്ചു നിന്നും എങ്ങുമേ പോയിടാത്തോൻ തന്നിരുകഴൽ വാഴ്ക. ഗോകഴി വാഴും ഗുരുനാഥൻ്റെ പാദം വാഴ്ക. ഗോകഴി വാഴും ഗുരുനാഥൻ്റെ പാദം വാഴുക. എൻ്റെ ഗുരുനാഥൻ്റെ പാദം വാഴുക. ഗോകഴിനാഥൻ, ഗോകഴി തിരുവാവാടുതുറയിലെ ശിവപെരുമാൻ. തിരുവാവാടുതുറ ഏറ്റവും വലിയൊരു തുറമുഖ നഗരമായിരുന്നു. അതുകൊണ്ട് പെരുന്തുറ എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. ആ പെരുന്തുറയിൽ വച്ചിട്ടാണ് ഭഗവാൻ ശിവൻ മാണിക്യവാചകർ സ്വാമിക്ക് ജ്ഞാനദീക്ഷ നൽകുന്നത്. നമഃശിവായ മന്ത്രദീക്ഷ നൽകിയത് പെരുന്തുറയിൽ വച്ചിട്ടാണ്. തിരുവാവാടുതുറ എന്ന ആ പെരുന്തുറയിൽ വച്ചിട്ടാണ് ഭഗവാൻ മാണിക്യവാചകരുടെ എല്ലാ മാലിന്യങ്ങളെയും മായകളെയും മാറ്റി അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം നേടിക്കൊടുത്തത്. അങ്ങനെ ആ ജ്ഞാന ദീക്ഷ ലഭിച്ച ആ ഗുരുവിൻ്റെ പാദങ്ങളെ ഞാനിതാ നമിക്കുന്നു, വാഴ്ത്തുന്നു. അത് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആ പാദങ്ങൾ പതിഞ്ഞിരിക്കട്ടെ. ഇതാണ് മാണിക്യവാചക സ്വാമിയുടെ നിരന്തര പ്രാർത്ഥന. ഗോകഴിനാഥൻ്റെ പാദങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മായാതെ പതിഞ്ഞിരിക്കട്ടെ. അപ്പോൾ തിരുവാവാടുതുറയിലെ ആ ശിവഗുരുവിൻ്റെ, ഗുരുമൂർത്തിയുടെ പാദങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പതിച്ചു വച്ചിരിക്കുന്നു. അതിനി ഒരിക്കലും മായുകയില്ല. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഈ പാദങ്ങൾ ഞാൻ പൂജിച്ച് അതിനെ ആരാധിച്ച് അതിനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടായിരിക്കും ജീവിക്കുക. ഇതാണ് മാണിക്യവാചക സ്വാമി തിരുവാചകത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്. അപ്പോൾ ഗോകഴിനാഥൻ്റെ പാദങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതിനർത്ഥം എന്താ? പാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുപാദം എന്ന് വെച്ചാൽ അത് ഗുരുബ്രഹ്മമാണ്. അപ്പോൾ പാദങ്ങൾ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഗുരുവിൻ്റെ പാദങ്ങൾ ഗുരുവിൻ്റെ പ്രതീകമാണ്. പ്രതീകമെന്ന് പറഞ്ഞു അവിടെ ഗുരു തന്നെയാണ് ഗുരുപാദുകങ്ങൾ, അതുപോലെ ഗുരുപാദങ്ങളും. ആ പാദങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ആ കടലിണകളെ ഇതാ നോക്കൂ. ഇമകൾ മൂടുന്നേരം എന്നുടെ നെഞ്ചിൽ നിന്നും എങ്ങുമേ പോയിടാത്തോൻ. ഒരു നിമിഷവും എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ഗുരുനാഥൻ മാറുകയില്ല
എല്ലാ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ഗുരുനാഥൻ. ആ ഗുരുനാഥൻ്റെ തന്നിരുകഴൽ വാഴുക. ആ ഇരുകഴലുകൾ, ആ കാലിണകൾ എന്നെ എപ്പോഴും നയിക്കുമാറാകട്ടെ. അത് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ഗുരുബ്രഹ്മം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഗുരുബ്രഹ്മത്തിൻ്റെ സവിശേഷതയായിട്ട് 5 സ്വഭാവങ്ങളാണ് നാം കാണുന്നത്. ഏതൊക്കെ? അസ്ഥി, ഭാതി, പ്രിയം, നാമം എന്നിവയാണ് ആ ബ്രഹ്മലക്ഷണങ്ങൾ. അപ്പോൾ ബ്രഹ്മത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു വെച്ചാൽ ആ ബ്രഹ്മത്തിൻ്റെ സവിശേഷതകളെ ഞാൻ നിരന്തരം പിന്തുടരുന്നു എന്നാണ്. ഏതൊക്കെ? അസ്ഥി, ഞാനുണ്ട് എന്ന അവസ്ഥ. ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല, ഞാൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ട്. ഐ ആം ദാറ്റ് എന്ന അനുഭവം, അത് ഞാൻ തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഉണ്ട്. ആ ഉണ്ട് എന്ന അവസ്ഥ അസ്ഥി. പിന്നെ ഭാതി, ഭാതി എന്ന് വെച്ചാൽ പ്രകാശം. എപ്പോഴും ഞാൻ ശിവപ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിൽ നിന്ന് ശിവപ്രകാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ ശിവപ്രകാശത്തിൽ മായാമലങ്ങളത്രയും ഇല്ലാതാകുന്നു. മായാമലങ്ങളാകുന്ന ഇരുട്ട് മുഴുവനും അപ്രത്യക്ഷമായി ശിവപ്രകാശം മാത്രമേ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഞാൻ ശിവപ്രകാശമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഈ പാദങ്ങൾ, ഗുരുനാഥൻ്റെ പാദങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ഞാൻ ശിവപ്രകാശമായി മാറി, ശിവജ്യോതിയായി മാറി. അതാണ് ഭാതി. പിന്നെ പ്രിയം, ഞാൻ ശിവപ്രേമമായി മാറി. വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രിയമാണ്. പ്രിയം പ്രേമമാണ്. പ്രേമം തന്നെയാണ് ഭക്തി. അപ്പോൾ ഭക്തി അഥവാ പ്രിയം, പ്രേമം, പരമപ്രേമത്തെയാണ് നാം ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരനോടുള്ള പരമപ്രേമത്തെയാണ് നാം ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി ആകുന്ന പ്രേമം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു. ഞാൻ സ്നേഹസ്വരൂപനാണ്. അതാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഞാൻ പ്രേമസ്വരൂപനാണ്. ശിവപ്രേമം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. പ്രേമമല്ലാതെ മറ്റൊന്നും എനിക്ക് ആർക്കും നൽകാൻ കഴിയില്ല. ഞാൻ കാണുന്നതെല്ലാം പ്രേമമാണ്. ഞാൻ കാണുന്നതെല്ലാം ശിവമയമാണ്. അൻപേ ശിവം ആണ് ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. പിന്നെ നാമമാണ് ഞാൻ. അതാണ് ബ്രഹ്മത്തിൻ്റെ മറ്റൊരു ലക്ഷണം. നാമസ്വരൂപനാണ്. ശിവന് 1008 നാമങ്ങളുണ്ട്. ഈ 1008 നാമങ്ങളും ഞാൻ തന്നെയാണ്. നാമസ്വരൂപനാണ് ശിവൻ. നമഃശിവായ, നാമസ്വരൂപനാണ് ഞാൻ. പിന്നെ രൂപം, നാം ഈശ്വരന് രൂപം കൽപ്പിച്ചിട്ടുണ്ട്. ആ രൂപവും ഞാൻ തന്നെയാണ്. അപ്പോൾ സ്ഥാവര ജംഗമ രൂപ അരൂപങ്ങളെല്ലാം ഞാൻ തന്നെയാണ്. അതാണ് എൻ്റെ രൂപം. എല്ലാം എൻ്റെ രൂപമാണ്. രൂപത്തിലും ഞാൻ കുടികൊള്ളുന്നു, അരൂപത്തിലും ഞാൻ കുടികൊള്ളുന്നു. ഇതാണ് അസ്ഥി, ഭാതി, പ്രിയം, നാമം എന്ന ആ ബ്രഹ്മലക്ഷണം. ഈ 5 ലക്ഷണങ്ങൾ ബ്രഹ്മലക്ഷണം തന്നെയാണ് ഏതിൽ കാണുന്നത്? നമഃശിവായ എന്ന മന്ത്രത്തിൽ നാം കാണുന്നത്. അതല്ലേ ആദ്യം പറയുന്നത്, നമഃശിവായ വാഴുക, നാഥൻ്റെ പാദം വാഴുക. നാഥൻ്റെ പാദം തന്നെയാണ് നമഃശിവായ. നാഥൻ്റെ പാദം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ്. ആ ബ്രഹ്മലക്ഷണമാണ് നമഃശിവായ. നമഃശിവായ വാഴുക. ഈ നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷരം വേദങ്ങളിൽ നമുക്ക് കാണാം, ആഗമങ്ങളിൽ നമുക്ക് കാണാം, സ്മൃതികളിൽ നമുക്ക് കാണാം, പുരാണങ്ങളിൽ നമുക്ക് കാണാം. എല്ലായിടത്തും നമഃശിവായ നിറഞ്ഞു നിൽക്കുന്നു.
അതുകൊണ്ട് നമഃശിവായ ഗുരു ഉപദേശമില്ലെങ്കിലും നമുക്ക് അത് നിരന്തരം സാധന ചെയ്യാവുന്നതാണ്. സാധാരണ വേദങ്ങളിലുള്ളത് അത് അതിൻ്റെ സ്വരത്തിൻ്റെ രൂപത്തിൽ ഉച്ചരിക്കണമെന്നുള്ളതുകൊണ്ട് അത് ഗുരുവിൽ നിന്നാണ് കിട്ടേണ്ടത്. പക്ഷേ അതേസമയം സ്മൃതികളിലും പുരാണങ്ങളിലും ഇത് കൊടുത്തിട്ടുണ്ട്, ആഗമങ്ങളിലും നമഃശിവായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമഃശിവായ എന്ന ഈ മന്ത്രം വേദം, ആഗമം, പുരാണം, സ്മൃതി എല്ലാത്തിലുമുള്ളതുകൊണ്ട് അത് എല്ലാവർക്കും സാധന ചെയ്യാവുന്നതാണ്. നാം ആദ്യം കാണുന്നത് യജുർവേദത്തിലാണ് നമഃശിവായ കാണുന്നത്. യജുർവേദത്തിലെ ശതരുദ്രീയത്തിൽ നാം അതിൻ്റെ അഷ്ടമ അനുവാകത്തിൽ നാം നമഃശിവായ കാണുന്നുണ്ട്. അതാ നോക്കൂ, നമഃശങ്കരായ ച മയസ്കരായ ച നമഃശിവായ ച ശിവതരായ ച എന്നാണ് ശതരുദ്രീയത്തിൽ കൊടുത്തിരിക്കുന്നത്. നമഃശങ്കരായ ച മയസ്കരായ ച, ലൗകിക സുഖത്തെയും മോക്ഷത്തെയും തരുന്നവനാണ് രുദ്രൻ. ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. കണ്ടോ? അപ്പോൾ രുദ്രൻ്റെ ആ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്. ഭോഗജീവിതത്തെ തള്ളിക്കളയുന്നില്ല, ലൗകിക ജീവിതത്തെ തള്ളിക്കളയുന്നില്ല, ലൗകിക സുഖത്തെയും തരുന്ന ആരാണ്? ഭഗവാൻ ശങ്കരനാണ്. പിന്നെ അതേപോലെ മോക്ഷത്തെ തരുന്നതും ശിവനാണ്. അങ്ങനെ ലൗകിക സുഖവും മോക്ഷവും തരുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ നമഃശിവായ ച ശിവതരായ ച, മംഗളരൂപിയും അത്യന്തം മംഗളരൂപിയുമായ രുദ്രന് നമസ്കാരം. മംഗളരൂപിയല്ല, മംഗളരൂപിക്കും മംഗളരൂപിയായുള്ള അത്യന്തമംഗളരൂപിയായ രുദ്രന് നമസ്കാരം. അപ്പം ശിവതരായ ച ശിവായ ച, നമഃശിവായ ച ശിവതരായ ച. അപ്പോൾ ആ ശിവ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. മംഗളസ്വരൂപി ശിവം മംഗളമാണ്. മംഗളസ്വരൂപിയായ അത്യന്തം മംഗളസ്വരൂപിയായ ശിവന് നമസ്കാരം എന്നാണ് യജുർവേദത്തിലെ ശതരുദ്രീയത്തിൽ പറയുന്നത്. ഇതേപോലെ തന്നെ ആഗമങ്ങളിലും സ്മൃതികളിലുമെല്ലാം കാണാം. ഇത് പിന്നീട് ഗോരഖ്നാഥ് എന്ന് പറഞ്ഞൊരു തമിഴ് സിദ്ധൻ ഈ നമഃശിവായയുടെ ഗൂഢാർത്ഥങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ചന്ദ്രരേഖ എന്നാണ് അതിൻ്റെ പേര്, ചന്ദ്രരേഖൈ. ആ ചന്ദ്രരേഖയിൽ നമഃശിവായയുടെ ഗൂഢാർത്ഥത്തെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഞാനതിൻ്റെ പ്രോസ് ഓർഡർ മാത്രം വായിക്കാം. നായം എന്നത് നകാരമാണ്. തിരയക്ഷരമെന്ന് തിരോപാക്ഷരമെന്നും ഇതിനെ വിളിക്കുന്നു. മറച്ചു വയ്ക്കുന്ന അക്ഷരം ആണിത്. പഞ്ചാക്ഷരമായ നമഃശിവായ എന്നിവ പഞ്ചഭൂതങ്ങളുടെ കാരകത്വമുള്ളവയാണ്. മകാരത്തെ മാലക്ഷരമെന്ന് പറയുന്നു, ഇരുളെഴുത്ത് എന്നും പറയുന്നു. അത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയും ശികാരം പതിയക്ഷരം എന്നും ഇറയെഴുത്ത് എന്നും പേർ. വകാരം സത്യാക്ഷരം എന്നും പരയെഴുത്തെന്നും പേർ. യകാരം ജീവാക്ഷരമെന്നും തനിയെഴുത്തെന്നും പേർ. ഈ പഞ്ചാക്ഷരത്തെ ശബ്ദത്തിൽ ഓതണം. ഇതിനു ശേഷം ശിവശിവ എന്നോതി അത് പതിയക്ഷരവും പരയക്ഷരവുമായി മാറുന്നു. ഈ ശിവ എന്നതിനോട് ജീവാക്ഷരമായ യ കൂടി ചേർത്ത് ശിവയ എന്നങ്ങനെ ജപിക്കാം. പതി, പരൈ, ജീവൻ എന്നിവയായി ഇത് മാറുന്നു. കണ്ടോ? അപ്പോൾ നമഃശിവായ പതിയാണ്, പരയാണ്, ജീവനാണ്. അപ്പോൾ പരയും ജീവനും പതിയും ഇത് തന്നെയാണ്, പശുപതി. ആ സങ്കല്പത്തിലാണ് നമഃശിവായ എത്തിച്ചേരുന്നത്. ഇതിനോട് വീണ്ടും പരയെഴുത്തായി വായും പതിയക്ഷരമായ ശീയും കൂടിയാൽ ശിവയവശി എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ അത് ജീവൻ മുക്തിക്ക് തന്നെ കാരണമായി തീരും എന്നാണ് ഗോരഖ്നാഥ് സിദ്ധർ ചന്ദ്രരേഖൈ എന്ന കൃതിയിൽ വിവരിക്കുന്നത്. ഇതൊക്കെ തമിഴകത്ത് ഈ നമഃശിവായ ശിവസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് സാധന സമ്പ്രദായങ്ങളെക്കുറിച്ചിട്ട് ഈ 18 സിദ്ധന്മാരും വിവരിക്കുന്നുണ്ട്.
അവർ നമഃശിവായയെ പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്ത് മഹാശക്തിയുടെ മഹാവിസ്ഫോടനം നടത്തിയ കാഴ്ചയാണ് നാം കാണുന്നത്. ഇനി നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്നുകൂടെ നോക്കാം. നമഃശിവായ വാഴുക. അങ്ങനെയുള്ള നമഃശിവായ എൻ്റെ ഹൃദയത്തിലെപ്പോഴും ജ്വലിച്ചു നിൽക്കട്ടെ. നാഥൻ്റെ പാദം എൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കട്ടെ. ഇമകൾ മൂടുന്നേരം എന്നുടെ നെഞ്ചിൽ നിന്നും എങ്ങുമേ പോയിടാത്തവനാണ് ശിവൻ. തന്നിരുകഴൽ വാഴുക. ഗോകഴി വാഴും ഗുരുനാഥൻ്റെ പാദം വാഴുക. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഹൃദയത്തിലെപ്പോഴും ഈ പാദങ്ങളിലൂടെ പരിലസിച്ച് നിൽക്കട്ടെ. അപ്പോൾ ഗുരുനാഥൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ. ആ പാദങ്ങൾ ബ്രഹ്മസ്വരൂപമാണ്. ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ ലക്ഷണങ്ങളായ, അതിൻ്റെ സ്വഭാവങ്ങളായ അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയട്ടെ. എൻ്റെ ഹൃദയം പ്രേമം കൊണ്ട്, ശിവപ്രേമം കൊണ്ട് നിറഞ്ഞു കവിയുന്നു. ഇതാണ് അൻപേ ശിവം. അൻപേ ശിവത്തിൻ്റെ ആ വിശദീകരണമാണ് ഇവിടെ നാം കാണുന്നത്. ഓം ശിവായ നമഃ.